ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് MSc ക്ലാസ്സിൽ റിംഗ്സിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ്. അപ്പോൾ റിങ്ങിൻ്റെ എന്തൊക്കെയാണ് ഡെഫിനിഷനും ഏതൊക്കെ ടൈപ്പ് ലോസ് ഒക്കെ ഉണ്ടെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഈ റിംഗ് ഈസ് എ മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് എ സെറ്റ് ആർ ടുഗദർ വിത്ത് ടു ബൈനറി ഓപ്പറേഷൻസ് യൂഷ്വലി കോൾഡ് അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഈ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ആയിട്ടുള്ള ബൈനറി ഓപ്പറേഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ റിംഗ് എന്ന് പറയുന്നത്. ആ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് ലോസ് ഉണ്ട്. അത് ക്ലോഷർ അണ്ടർ അഡിഷൻ ഉണ്ട്. ക്ലോഷർ അണ്ടർ അഡിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ഓൾ എ ബി ഇൻ ആർ ദി എ പ്ലസ് ബി ഈസ് ഇൻ ആർ ആയിരിക്കും. എ ബി അതിനകത്തുണ്ടെങ്കിൽ എ പ്ലസ് ബിയും അതിനകത്ത് ഉണ്ടാവും എന്നാണ് ക്ലോഷർ അണ്ടർ അഡിഷൻ പറയുന്നത്. അഡിഷൻ എന്ന് കഴിയുമ്പോൾ അതിന് പ്ലസ് ചിഹ്നം ഓർക്കുക. പിന്നെ associativity of addition or identity for ABC in R A plus B plus C equal to A plus B plus C ബ്രാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് അസോസിയേറ്റീവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അസോസിയേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് BSc-യിൽ. അപ്പോൾ അസോസിയേറ്റിവിറ്റി ഓഫ് അഡിഷൻ ആണ് ഈ പറയുന്നത്. ഇനി എക്സിസ്റ്റൻസ് ഓഫ് അഡിഷൻ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫോർ ഓൾ എ ഇൻ ആർ എ പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു എ. എനോട് പ്ലസ് സീറോ ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടും. അതാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിഷൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ആൻ എലമെന്റ് ഇൻ ആർ എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്കത് ഇൻവേഴ്സ് എക്സിസ്റ്റൻസ് ചെയ്യും എന്ന് പറയാം. പിന്നെ ക്ലോഷർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി റിസൾട്ട് ഓഫ് എ ക്രോസ് ബി ഈസ് ഇൻ ആർ. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എ ക്രോസ് ബി നമുക്ക് ചെയ്യാനറിയാലോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന എ ക്രോസ് ബിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്ലോഷർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഇനി അസോസിയേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് എഴുതാം. നേരെ ബ്രാക്കറ്റ് തിരിച്ചിട്ട് കൊടുത്ത് എഴുതാം. പിന്നെ അസോസിയേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി ആണ്. അതും ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്ത് എഴുതിയൊക്കെയാണ്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ കൊടുക്കില്ലേ, എ ഇത് രണ്ടെണ്ണത്തിലും ഇങ്ങനെ ചെയ്യാം, ഇതിനെയും കൂട്ട് ചെയ്യാം. അപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ആൻഡ് ബി പ്ലസ് സി ഇൻറ്റു എ ഈക്വൽ ടു ബി ക്രോസ് എ പ്ലസ് സി ക്രോസ് എ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. നമ്മളിനി നാളെ അടുത്ത ക്ലാസ്സിൽ തിയറത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വല്ലതുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. താങ്ക് യു.